ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വിസ്മയ ന്യൂസിൽ ഒരു ന്യൂസ് കണ്ടു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുക. എന്താണെന്ന് ചോദിച്ചാൽ ഓരോ കുടുംബങ്ങളും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക കേരളത്തിൻ്റെ ഒരു രീതി, പൈതൃകം, സംസ്കാരം ഇതൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളെയോ ഭർത്താവിനെയോ ഒന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ സ്ത്രീകളും പുരുഷന്മാരൊരു സൈഡിൽ ഉണ്ട്, അത് വേറെ കാര്യം. ഇന്ന് ഇവിടെ സ്ത്രീയാണ്. ഒരു സ്ത്രീ ഭർത്താവിനെ വിട്ടിട്ട് അവർ ഒരു കാമുകൻ, അതായത് എപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് കേൾക്കുന്ന പോലെ തന്നെ അവരെക്കാട്ടും ഒരു 10 വയസ്സിന് താഴെയുള്ള ഒരു പയ്യനുമായിട്ട് സോഷ്യൽ മീഡിയ വഴി ബന്ധം സ്ഥാപിക്കുന്നു. വീഡിയോ കോളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കുന്നു. അവർ ആ കാണിച്ചു കൊടുക്കുന്ന വീഡിയോ കോളിൽ കൂടെ കാമുകനെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് നിന്ന് അവരുടെ ഹസ്ബൻഡ് വീഡിയോ എടുക്കുക. അയക്കത് മുഴുവൻ പൂർണ്ണമാക്കാൻ പറ്റില്ല. അത് പണ്ട് നമ്മുടെ പറയുന്നുള്ള ചോര നീരുള്ള ഒരേ പുരുഷനും അത് സാധിക്കില്ല. അവരുടെ ആരാന്ന് ഓർക്കണം, ഹസ്ബൻഡാന്ന് ഓർക്കണം. അയാളത് തെളിവിനായിട്ട് വീഡിയോ പിടിക്കുകയാണ്. കാരണം സ്വന്തം ഭാര്യ കാമുകന് വേണ്ടി എല്ലാം കാണിച്ചു കൊടുക്കുന്ന സീന്, വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുന്ന സീന് അയാൾ വീഡിയോ പിടിച്ച് പകുതിയായപ്പോൾ അയാൾ നിർത്തിയിട്ട് വാതിൽ മുട്ടി, മോൻ കട്ടിലേന്ന് വീണെന്നോ എന്തോ പറഞ്ഞ് വാതിൽ മുട്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഏത് അവസ്ഥയെത്തി. ചോദ്യം ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ഇയാൾ സത്യം പറഞ്ഞാൽ ഒരു പാവമാണ്. അപ്പോൾ വിസ്മയ ന്യൂസിൽ വന്നാണ് നമുക്കതൊന്ന് കേട്ടു തുടങ്ങാം. കുറേ കാര്യങ്ങൾ കേൾക്കാനുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അങ്ങേ അറ്റം ഹീനമാണ്. അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സംഭവിച്ചത്? ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഒപ്പമില്ല, ഭാര്യ ഒപ്പമില്ല, മക്കൾ മാത്രമായി ഒരു യുവാവ് എന്നോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നിങ്ങളുടെ മുഖം കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങൾ പറയുന്നത് അത്രമാത്രം വെളിപ്പെടുത്തലുകളാണ്, അത്രമാത്രം വേദനയോട് കൂടി തന്നെയാണ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഞാനിപ്പോൾ ഇത് റിപ്പോർട്ട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയത് എനിക്ക് സംഭവിച്ചത് നാളെ ആർക്കും ഇതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് തന്നെ. ഞാനും മക്കളും ഭാര്യയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചായിരുന്നു. ഞങ്ങൾ ചെറിയ കുടുംബം തന്നെയായിരുന്നു. അതിനിടയിൽ ഇവൾക്ക് ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ദിവസം ഇവളുടെ ഫോൺ കാലത്തെടുത്ത് നോക്കിയപ്പോൾ ഇവളുടെ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് കണ്ടു. ഒരു പയ്യനും ഇവളും കൂടി വീഡിയോ കോൾ ചെയ്ത് കണ്ട് സംസാരിക്കണതിൻ്റെ സ്ക്രീൻഷോട്ട്. അത് കണ്ടതിന് പിറ്റേ ദിവസം തൊട്ട് തന്നെ ഇവൾക്ക് ഞങ്ങളെ വേണ്ട, കുടുംബജീവിതം താല്പര്യമില്ല. അത് ആരാന്ന് ചോദിച്ചപ്പോൾ അവളൊരു കൂട്ടുകാരിയുടെ കാമുകനാണ്. പുലർച്ചെ 2 മണി സമയത്താണ് ഇവർ വിളിച്ച് സംസാരിച്ചിരുന്നത്. അത് അന്നത്തെ ദിവസം അവൾ ജോലിക്ക് പോയിട്ട് കൂട്ടുകാരിനെ വിളിച്ചു. കൂട്ടുകാരി പറഞ്ഞു കൂട്ടുകാരി ലൈന ആളെ അടുപ്പുള്ള പയ്യനാണ് അവൻ, എൻ്റെ ഭാര്യയുടെ ആരും അല്ല, ഞങ്ങൾ തല്ലുകൂടിയപ്പോൾ ഞങ്ങൾക്ക് കോംപ്രമൈസിന് വേണ്ടിയിട്ട് വിളിച്ചാന്ന് പറഞ്ഞു. എനിക്കത് വിശ്വാസമായില്ല. അപ്പോൾ ആ പറഞ്ഞത് എന്തോ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായോ. ഒരു മക്കളും ഭാര്യയൊക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു ഫാമിലി, നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സാധാ ഫാമിലി, അവിടെ വേറൊരാൾ മൂന്നാമതൊരുത്തം കടന്ന് കയറുകയാണ് ചെയ്യുന്നത്, അല്ല ഇടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. ആ കുടുംബം അങ്ങോട്ട് തകർത്ത് തരിപ്പണമായി. ഇപ്പോൾ ഇതിൻ്റെ അവസാനം എന്താണെന്ന് ചോദിച്ചാൽ ആ പയ്യൻ അവളെയും കൊണ്ട് പോയിട്ട് മലപ്പുറത്ത് എവിടെയോ ഒരു കടയെ കൊണ്ട് സെയിൽസുകളായിട്ട് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം അവളെ മയക്കുമരുന്നിന് അഡിക്റ്റും കൂടെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ്. കാരണം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കൽക്കണ്ടം പൊടിച്ച മാതിരിയുള്ള ഒരു പൊടി ഇവിടെ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഈ ഭാര്യമാർ പൊതുവെ അവിഹിത ബന്ധത്തിലേക്ക് പോയി ചാടിക്കഴിയുമ്പോൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണം ഉണ്ട്. അത് ഇങ്ങേര് പറയുന്നുണ്ട്, ഇയാൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതായത് പിന്നീട് അങ്ങോട്ട് മക്കളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ എന്നുള്ള രീതി, ഹസ്ബൻഡ് അത്രയും പോലും കണ്ടുകൂടാ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മുഴുവൻ നേരം 24 മണിക്കൂറും ഫോണായിരിക്കും. ഈ 24 മണിക്കൂറും ഫോണിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ശല്യങ്ങളാണ്. ഹസ്ബൻഡും മക്കളെന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്ത ശല്യങ്ങളാണ്. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ഫുഡിന് പോകുന്ന സമയം ഇവിടെ ഫോൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കൂടുതലും പക്ഷേ വിശപ്പിന് ഇതൊന്നും അറിയില്ല. വിശപ്പ് സമയം കൃത്യമായിട്ട് വരുന്നതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുകയാണ് പതിവ്. എന്നിട്ട് മക്കളോടാണേലും എന്തെങ്കിലും പറഞ്ഞ് മക്കളെ വെറുതെ ഉപദ്രവിക്കുക, മക്കൾക്ക് ഫുഡ് ചോദിച്ചാൽ മക്കളെ അടിക്കുക. എന്നിട്ട് ഹസ്ബൻഡ് വരുന്നതിനിപ്പുറം മക്കളെ കിടത്തി ഉറങ്ങും. കാരണം അടിച്ച കാര്യമൊന്നും പറയരുതല്ലോ. എന്തെല്ലാം അടവുകളാണ് കാണിക്കുന്നത്. ഈ ചെറിയ ആമ്പിള്ളേർ ഈ ആൻറ്റിമാരെ വളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. അത് അവർ കാര്യം കാണാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവരുടെ താൽക്കാലികമായ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക. അതായത് അവർ കല്യാണം കഴിക്കുന്നിടം വരെയുള്ള ആവശ്യങ്ങളൊക്കെ നടത്തി കിട്ടാൻ വേണ്ടി ഒരു താൽക്കാലിക സെറ്റപ്പ്, ഇത്രയേ ഉള്ളൂ. ആ സ്റ്റെപ്പിന് എന്നൊക്കെ പറയുന്ന പോലെ മാത്രം. ആ ഒരു സമയം കൊണ്ട് പക്ഷേ അവർ ഇവളെ പുകഴ്ത്തി എന്താ പറയുക, എവിടെ എത്തിക്കുക, അങ്ങ് മുകളിൽ എത്തിക്കുക. അതിലാണ് ഇവളൊക്കെ ചെന്ന് വീഴുന്നത്. ഇത്രയും മണ്ടിയാണല്ലോ. കാലങ്ങൾ എത്രയോ തെളിയിച്ചു, എന്നാലും പഠിക്കില്ല. ബാക്കി കേൾക്കാം. ഇവർ അടുക്കളയിൽ നിന്നിട്ട് ചെവിട്ടിൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ആരോടും ചെയ്യുമ്പോൾ അവളുടെ അമ്മയോടാണെന്ന് പറയാറ് കുഞ്ഞുങ്ങളുടെ അടുത്ത്. കുഞ്ഞുങ്ങളുടെ അടുക്കളയിൽ ഭക്ഷണം ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞയക്കും. കത്തി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ കഴുത്തറക്കും. അങ്ങനെ ഞങ്ങൾക്ക് ചീത്ത പറഞ്ഞിട്ടാണ് കുറേ ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ വടിയെടുത്ത് അടിച്ചു. അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. മക്കൾ എന്നോട് പറഞ്ഞത് തന്നെ ഇവരെൻ്റെ അടുത്ത് നിന്ന് പോയതിന് ശേഷമാണ് എൻ്റെ മക്കൾ എന്നോട് പറയണത് തന്നെ. അതിനിടയിൽ ഇവർ ഈ പയ്യനായിട്ട് അടുപ്പം വന്നപ്പോൾ എനിക്കത് മനസ്സിലായി ഇവളായിട്ടുള്ള പയ്യനാണ് അടുപ്പുള്ള മനസ്സിലായി. ഇവളേക്കാളും 10 വയസ്സിന് താഴെയുള്ള ഒരു പയ്യനായിട്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ചക്കനാണ്. അങ്ങനെ ഇവളുടെ കൂടെ കൂട്ടുകാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഷെമി എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ട്. അവളുടെ വീട്ടിലേക്ക് ഇവൾക്ക് ഓൺലൈൻ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ലീവ് എടുത്തിട്ട് ഓൺലൈൻ വർക്ക് കൊണ്ട് ഷെമീൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കാലത്ത് പോയിട്ട് വൈകുന്നേരമാണ് വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ പകലത്തെ വർക്ക് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ആ വർക്ക്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ കാണിക്കാൻ താല്പര്യമില്ല പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ, അത് പ്രോഡക്റ്റിൻ്റെയാണ്, നിങ്ങളുടെ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം കേട്ടല്ലോ വീഡിയോ. അല്ല, ഒരു ഭർത്താവും മക്കളും വേറൊരു മുറിയിലാണ്, ഇവള് വേറെ മുറിയിലാണ്. പിന്നെ പിള്ളേർ ഫുഡ് ചോദിച്ചാൽ പിള്ളേരെ കത്തിയൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തി പിള്ളേരെ പട്ടിണി കിടക്കുക. അവർ പോയി കഴിഞ്ഞാണ് പിള്ളേർ ആ കാര്യം പറയുന്നത്. കാരണം ആ കാര്യം പോലും പറയാൻ സമ്മതിക്കില്ല, ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് അറിയുന്നത്. അതുപോലെ അവരുടെ വീഡിയോ കോൾ കണ്ട കാര്യമാണ് പറയുന്നത്. റൂമിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ചുമരിലുള്ള കലണ്ടറും ഫോട്ടോസൊക്കെ മാറ്റിയിട്ട് കട്ടിൽ മാത്രം ആക്കിയിട്ട് അവൾ ആ റൂം എടുത്താക്കി. അവൾ ഒറ്റയ്ക്ക് തന്നെ. എന്നിട്ട് റൂമിൽ വന്ന് 8 മണിയാകുമ്പോൾ റൂമിൽ കയറും. പുലർച്ചെ 4 മണി വരെ അതിനകത്താണ്. ഒരു ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം കഴിഞ്ഞു. അവൾ അത് പിറ്റേ ദിവസം പകൽ ജോലിക്ക് പോകും. 3-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഒളിച്ച് നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നില്ല. ചെറിയൊരു ഗ്യാപ്പ് പോലില്ല, അടച്ചു വെച്ചിരിക്കുക. അവർ ആ വാതിലിൻ്റെ ഗ്യാപ്പിൽ ഒരു പുൽപ്പായ ചാരി വെച്ചിട്ടാണ് ഇതിൽ ഞാൻ ഒളിഞ്ഞു നോക്കാതിരിക്കാൻ വേണ്ടി ചെയ്തായിരുന്നു. 3-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിലത്ത് കിടക്കണം. കുഞ്ഞോളപ്പം ഞാനും മക്കളും ഒരു റൂമിൽ കിടക്കുകയാണ്, ഇവർ വേറെ റൂമിൽ. എനിക്ക് ആ കട്ടിലും തരുമോ, പുൽപ്പായ തരുമോ എന്ന് വെച്ചിട്ട് അത് മേടിച്ചിട്ട് ആ പുൽപ്പായ വാതിലിൻ്റെ മറ മാറ്റി. എന്നിട്ട് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവള് സർജിക്കൽ മാസ്ക് ബ്ലാക്ക് വെച്ചിട്ട് ശരീരം ഒരു വീഡിയോ കോളിലൂടെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ. അത് ഞാൻ എൻ്റെ മൊബൈലിൽ എടുത്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. അതിന് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എൻ്റെ മകൻ കട്ടിലുമെന്ന് വീണു എന്ന് പറഞ്ഞിട്ട് വാതിൽ തട്ടി. അത് മുഴുവൻ കാണിക്കാനുള്ള എനിക്ക് ഇത് കിട്ടിയില്ല. വാതിൽ തട്ടിയിട്ട് വാതിൽ തുറക്ക്, മോൻ കട്ടുമെന്ന് വീണു കണ്ടപ്പോൾ വാതിൽ അവൾ തുറന്നു. വരുമ്പോഴേക്കും അവൾ സാധാരണ ഒന്നും അറിയാത്ത പോലെ ബനിയൻ ഇട്ടിട്ട് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഞാൻ എന്നോട് ചോദിച്ചു എന്താ ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പം തന്നെ അതൊക്കെ എൻ്റെ കയ്യിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ റൂമിലിരുന്ന് കാണിക്കുമ്പോൾ ഞാൻ കണ്ടു. ആർക്ക് വീഡിയോ കോൾ ചെയ്ത് ശരിക്കും കാണിക്കണമെങ്കിൽ മനസ്സിലായി. അപ്പോൾ അത് അവളുടെ ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടമുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. ആരെ ചോദിക്കാൻ എൻ്റെ ഇഷ്ടമാണ് ഞാൻ കാണിച്ചുള്ളത്, ആർക്കും ചോദിക്കാൻ വരണ്ടാന്നുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുക ചെയ്തു. അവിടെ നിന്ന് ഒരു 2 മണി സമയത്താണ് ഈ വീഡിയോ കണ്ടത് തന്നെ. 5 മണി വരെ ഇരുന്ന് സംസാരിച്ചു. അവളെന്നെ ഇരുന്ന് പിന്തിരിക്കാൻ നോക്കി. അവൾക്ക് ഞാൻ പോവാണ്, എനിക്ക് തെറ്റുന്നവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. മക്കളെ കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. മക്കളെ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ മക്കളെ വിടില്ല എന്ന് പറഞ്ഞു. അവൻ അന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ വക്കീലിനെ കണ്ട് അവളുടെ ആവശ്യപ്രകാരം ഡിവോഴ്സിന് ഒപ്പിട്ടിട്ട് അവളുടെ ഒരു സുഹൃത്തുണ്ട്, അത് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞു. അവനിവിടെ മലപ്പുറത്താണ്, മുഹമ്മദ് വസീബ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ അടുത്തേക്ക്, അവൻ തിരുവനന്തപുരത്തായിരുന്നു, അവൻ്റെ അടുത്തേക്ക് ഇവള് സ്ത്രീ പോവുക ചെയ്തു. ശരിക്കും ഈ ഒരു ഹസ്ബൻഡ്, ഈ സംസാരിക്കുന്ന ഹസ്ബൻഡിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പുരുഷനാണെങ്കിൽ കേരളം ഒരു കൊലപാതക വാർത്ത കേട്ടേനെ ശരിക്കും. കാരണം മറ്റൊരുത്തനെ ശരീരമെല്ലാം കാണിച്ചിട്ട് അത് കണ്ട് ഷൂട്ട് ചെയ്ത് മുഴുവിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. ആർക്കെങ്കിലും സാധിക്കുമോ? സ്വന്തം ഭാര്യ കാട്ടിക്കൂട്ടുന്ന ഈ വൃത്തികേടുകൾ ഷൂട്ട് ചെയ്ത് നോക്കി നിൽക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കൊച്ചു കട്ടിലേന്ന് വീണെന്നും പറഞ്ഞ് റൂമിൻ്റെ വാതിൽക്ക മുട്ടി വിളിച്ചു. എന്തായാലും ചോദിച്ചപ്പോൾ നീ ഈ ഷൂട്ട് ചെയ്ത് അവനെ കാണിച്ചെല്ലാം ഞാൻ കണ്ടെന്ന് പറയുമ്പോൾ അതെൻ്റെ ഇഷ്ടമാണ്, അത് ചോദിക്കാൻ നിങ്ങളാരാന്നുള്ള രീതിയാണ്. ശരിക്കും ആ ഒരു പോയിന്റിൽ ഈ മനുഷ്യൻ്റെ ഒരു ക്ഷമ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം പത്രവാർത്ത അറിഞ്ഞേനെ കൊലപാതകം, ഭാര്യയുടെ അവിഹിത ബന്ധം കണ്ടുപിടിച്ച ഭർത്താവ് വെട്ടിക്കൊന്നെന്നും പറഞ്ഞ് നമ്മൾ കേട്ടേനെ. ഇങ്ങനെ ഏതായാലും അത് ചെയ്യാത്തതുകൊണ്ടാകും മക്കൾ അനാഥരായില്ല, മക്കളെയും കൂട്ടിയാലും വളർത്താം. ഇതുപോലത്തെ ജന്മങ്ങളെ എന്തിനു കൊണ്ടു നടക്കുന്നത്? അപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്ത സമയത്ത് നീ ഈ കാണിക്കുന്നത് നമ്മുടെ മക്കളാണ് കണ്ടിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ഇങ്ങേര് ഇയാൾ അവരോട് ചോദിച്ചു, ഭാര്യയോട്. അപ്പോൾ പറഞ്ഞ മറുപടി, അങ്ങനെ വല്ലവരും കുട്ടികൾ കണ്ടാൽ കുട്ടികളെ ഞാനെടുത്ത് കിണറ്റിയിടുമെന്ന്. അപ്പോൾ എൻ്റെ ദൈവമേ, അമ്മയായിട്ടുള്ള ഒരു പ്രേമം അല്ലെ കാമം തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ ഇത്രയും മാറ്റം വരുമോ ആൾക്കാർക്ക്? സമ്മതിക്കണം കേട്ടോ. പക്ഷെ എൻ്റെ മക്കളാണ് ഈ സ്ത്രീ. ഞാൻ ഈ സ്ത്രീയോട് പോയതിനു ശേഷം ഞാൻ ചോദിച്ചു, എനിക്ക് പകരം എൻ്റെ മക്കളാണ് ഇത് കണ്ടിരുന്നെങ്കിൽ നീ അവരെ എന്താ നീ ചെയ്യാൻ ചോദിച്ചു. കണ്ടതിനെടുത്തിട്ട് കിണറ്റിട്ട് ഞാൻ എൻ്റെ
ഞാൻ സേഫ് ആക്കും നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വരുന്നവർക്ക് നീ കിണറ്റിൽ നിന്ന് മരിച്ചു എന്ന് പറയുക പോലെ കഴിഞ്ഞപ്പോൾ അവൾ അങ്ങനെയാണ് അത്രയും ക്രൂര മനസ്സായിട്ട് ആ സ്ത്രീ എന്നോട് പറഞ്ഞു. അപ്പോൾ കൊച്ചിനെ എടുത്ത് കൊച്ചായിരുന്നു കണ്ടിരുന്നത്, കൊച്ചിനെ എടുത്ത് കിണറ്റി വീഴും, വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കിണറ്റി വീണ് മരിച്ചു പോയെന്ന് പറയുന്നു, കൂളായിട്ട് പറയുന്നു. പിന്നെ അത് പോയി കഴിഞ്ഞാൽ ഇവർ കുളിക്കാൻ കയറിയ സമയത്തെങ്ങാണ്ട് അവരുള്ളപ്പം എടുത്ത് ബാഗ് പരിശോധിച്ചപ്പോൾ അത് കൽക്കണ്ടം പിടിച്ച പോലത്തെ പൊടി ഏതാണ്ട് MDMA ആണ്. അന്നവർക്ക് അയൊക്കെ അറിയില്ലായിരുന്നു, ഇപ്പം അറിയാതെ MDMA ആണ്. അപ്പോൾ MDMA ഒക്കെ എത്തിച്ചു കൊടുത്ത് കൂട്ടുകാരിയുടെ വീട്ടിൽ പകൽ പോയി ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവനുമായിട്ടുള്ള സല്ലാപത്തിന് കൂട്ടുകാരി സപ്പോർട്ടാണ്. അപ്പം അങ്ങനെ ഇവർ രണ്ടുപേരുടെ ഇരിക്കുന്ന സമയത്ത് അവൻ കൈമാറിയതാവാം ഈ MDMA. അതൊക്കെ കൊടുത്ത എന്തിനാന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കോളിൽ ഇത് മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന സ്ത്രീക്ക് ദൈവം കൊടുത്ത ഒരു ലജ്ജയുണ്ടല്ലോ, അതില്ലാതാവണ്ടേ. അതിൻ്റെ മുകളിൽ ലജ്ജയൊക്കെ മാറി നിൽക്കണം. ഈ MDMA ചെന്ന് കഴിയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അതിനുവേണ്ടിയാണ് അവരിതൊക്കെ കൊടുക്കുന്നത്. അതിനൊക്കെ അഡിക്റ്റാക്കി വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അവരുടെ ആവശ്യം പോലീസ് ഓഫീസിൽ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ ഇതിന് 2 പേരുടെ സമ്മതത്തോടെ ഈ വീഡിയോ കോൾ എടുത്തുകൊണ്ട് നിയമമൊന്നുമില്ല. അല്ലെ അതിൽ ഏതെങ്കിലും കൊടുത്ത് അയച്ച ആളോ അല്ലെ ഏതെങ്കിലും ഒരാൾ പരാതിപ്പെട്ടാലൊക്കെ കാര്യമുള്ളൂ. അല്ലാതെ ഇങ്ങേരി തെളിവ് കൊണ്ട് നടന്നിട്ട് കാര്യമില്ലെന്ന് SI പറഞ്ഞെന്ന് പറഞ്ഞു. SI എന്നിട്ട് ഈ ചാറ്റൊക്കെ കണ്ടിട്ട് പറഞ്ഞു, മോളെ അവളോട് പറഞ്ഞു നീ തൂങ്ങിച്ചാകുകയേ ഉള്ളൂ ഇതിൻ്റെ അവസാനം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇയാളെപ്പോഴും ഈ തെളിവൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കമൻറ്റ് ബോക്സിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാണ് ഇനി അവളെ വിളിച്ച് കിട്ടിയിട്ട് എന്ത് കാര്യത്തിന്, ദൈവമേ ഇതുപോലത്തെ ഒരു ബാധ ഒഴിവായി പോയല്ലോ എന്ന് പറയുന്നത്. കാരണം ഹസ്ബൻഡിനെ വഞ്ചിക്കുക മാത്രമല്ല കുട്ടികളോട് പോലും ഇഷ്ടമില്ലാതിരിക്കുന്ന ഒരു സ്ത്രീയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യാനാണ്? അത്രയും ക്രൂര മനസ്സും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ കുട്ടികളോടുള്ളൊരു വാത്സല്യം അതിനൊരളവുണ്ട്, ഹസ്ബൻഡിനോടുള്ളൊരു പ്രണയവും സ്നേഹവും അതിനും ഒരളവുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു സ്ത്രീക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ട് അതിൻ്റെ മുകളിൽ കാമുകനോടുള്ള പ്രണയം എന്ന വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല, അതിനൊരു ഇതുണ്ട്. അതല്ല, കാമുകനോടുള്ള കാമം എന്ന വാക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ അളവ് കൂടി നിൽക്കുക. മറ്റുള്ള കുഞ്ഞിനോടുള്ള വാത്സല്യവും ഹസ്ബൻഡിനോടുള്ള പ്രണയത്തിൻ്റെയൊക്കെ മുകളിൽ കാമുകനോടുള്ള കാമം കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ സ്ത്രീ. ആ സ്ത്രീയെ തിരിച്ചു കൊണ്ടുവന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് അവരൊരു നല്ല അമ്മയാവുമോ നല്ല ഭാര്യയാവുമോ, അവർ പിന്നെ അവസരം കിട്ടുമ്പോൾ ഇവർക്ക് അടുത്ത വിഷമായിരിക്കും കലക്കി കൊടുക്കുക. അത് ഉറപ്പായിട്ടില്ല. ഒരു ബാധ ഒഴിവായി പോയെന്ന് മാത്രമേ കണക്കാവുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇത്രത്തോളം അതപ്പതിച്ച് നമ്മളുടെ കുടുംബ ബന്ധങ്ങളെയൊക്കെ തകർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.